ബഡ്ജറ്റ് 2 ലക്ഷം രൂപ, പേർപ്പസ് കംപ്ലീറ്റ്ലി ഹൈ ആൻഡ് 4K ഗെയിമിംഗ്. സോ അതായിരുന്നു നമ്മുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആൻഡ് അതിന് വേണ്ടിയാണ് ഈ PC നമ്മൾ ബിൽഡ് ചെയ്തത്. സിസ്റ്റം കോൺഫിഗറേഷൻ ഒന്ന് നോക്കുവാണെങ്കിൽ പ്രോസസർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ഇന്റൽ 13th ജനറേഷൻ i5 13600K പ്രോസസറാണ്. ടോട്ടൽ 14 കോഴ്സ് ആണ് വരുന്നത്. 6 P കോഴ്സും 8 E കോഴ്സും 20 ത്രെഡ്സ് ആണ്. 5.3 GHz വരെ മാക്സ് ടെർബോ ഫ്രീക്വൻസി ഉണ്ട്. ടോട്ടൽ TDP റേഞ്ച് വരുന്നത് 125 വാട്ട്സ് തൊട്ട് മാക്സിമം 181 വാട്ട്സ് വരെയാണ്. മദർ ബോർഡ് പുതിയൊരു മദർ ബോർഡാണ്. MSIയുടെ Pro Z790S വൈഫൈ എന്ന മോഡൽ. ഇതിൽ വൈഫൈ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. വൈഫൈ 6Eയും ബ്ലൂടൂത്ത് 5.3 ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഒരു ഫ്യൂച്ചർ ജനറേഷനെ എയിം ചെയ്ത് കുറച്ച് കട്ട് ഡൗൺസ് ചെയ്ത ഒരു മദർ ബോർഡാണ്. ഇതിൽ നമുക്ക് PCI Gen 5 സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ ARGB ഹെഡർ ഇല്ല ആൻഡ് നമ്മുടെ ക്ലയന്റിന്റെ ആക്ച്വൽ റിക്വയർമെന്റിൽ RGB വേണ്ടാന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ഞാനൊരു കൺട്രോളർ യൂസ് ചെയ്ത് RGB വിറ്റേക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ മദർ ബോർഡിൽ ARGB ഹെഡർ ഇല്ല, ഓൾസോ ടൈപ്പ് സിയുടെ ഹെഡറും ഇല്ല. സോ ഇത് രണ്ടുമാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾ ഈ മദർ ബോർഡ് എടുക്കാൻ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഇതിൽ മിസ്സിംഗ് ആണ്. ഒബ്വിയസ്ലി ക്ലയന്റ് വിത്തൗട്ട് RGB തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നോ ഇഷ്യൂസ്. മെമ്മറി G-Skillsന്റെ ആണ് റിബ്ജോ S5 32GB, 16GB DDR5, 6000 MHz CL36 റാം കിറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പറായിട്ട് ഇന്റലിന്റെ XMP3 എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത കിറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് XMP എനേബിൾ ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബയോസ് റീസ്റ്റാർട്ട് ആകുന്ന അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈസി ആയിരുന്നു. ബിക്കോസ് ഓൾറെഡി ഇന്റൽ പ്രോസസേഴ്സ് ആൻഡ് മദർ ബോർഡ്സുമായിട്ട് പ്രീ വാലിഡേറ്റ് ചെയ്ത് വരുന്ന കിറ്റാണിത്. സ്റ്റോറേജ് ആക്ച്വലി നമ്മൾ ക്ലയന്റിന്റെ ഹാർഡ് ഡിസ്കും SSDയും ആണ്. അതിലാണ് SSDയിലാണ് മെയിൻലി വിൻഡോസ് ഇട്ടേക്കുന്നത്. അല്ലാതെ നമ്മളൊരു 1TBയുടെ XPG Gemax S70 ബ്ലേഡ് എന്ന 1TBയുടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. CPU കൂളർ ഈ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്ത് ഡീപ് കൂൾഡ് LT720 മോഡലാണ്. ഓൾ ബ്ലാക്ക് ഫിനിഷിൽ വരുന്നതാണ്. ജസ്റ്റ് ആ പമ്പിന്റെ ഏരിയയിൽ ചെറിയ RGB ഉണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി ഫാൻസും കാര്യങ്ങളെല്ലാം ഓൾ ബ്ലാക്ക് ആണ് വരുന്നത്. ഒബ്വിയസ്ലി ഒരു ബ്ലാക്ക് ബിൽഡ് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തത്. ഇതിന്റെ സെയിം വൈറ്റിലും അവൈലബിൾ ആണിത്. ഡീപ് കൂൾഡ് LT സീരീസ് ശരിക്കും നല്ല രീതിക്ക് ടെമ്പറേച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. തെർമലി നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കൂളർ സീരീസ് ആണ്. ഹൈ TDP ഉള്ള പ്രോസസേഴ്സ് ആണെങ്കിലും നല്ല രീതിക്ക് കൂൾ ചെയ്യാൻ പറ്റും. GPU നമ്മൾ ഈ ബിൽഡിൽ കാണാം. Zotac-ന്റെ RTX 4080 ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 4080 Trinity മോഡൽ, 16GB VRAM ആണ്. ആൻഡ് ഇവൻ ദോ RGB വേണ്ടെങ്കിലും ഫ്രണ്ടിൽ ഒരു RGB സ്ട്രിപ്പ് വരുന്നുണ്ട് Zotac ഗെയിമിംഗ് എന്ന ബ്രാൻഡിംഗിൽ. സോ അൾട്രാ സെറ്റിംഗ്സിൽ 4K ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റ് അടിപൊളി ഒരു GPU ആണിത്. ആൻഡ് ക്യാബിനറ്റ് ഈ കാണുന്നത് ലിയുടെ ലാൻകൂൾ സീരീസ് വരുന്ന 216 മോഡലാണ്. സോ ഇതിന്റെ ഫ്രണ്ടിൽ 2 ARGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. 2 കസ്റ്റം 160mm ഫാൻസ് ആണ്. ബാക്കിൽ ഒരു 140mm നോർമൽ PWM ഫാൻ ആണ് വരുന്നത്. നിയർലി 8000 പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു ക്യാബിനറ്റ് ആണ്. ബിൽഡ് ക്വാളിറ്റി വൈസ് സൂപ്പർബ് ക്യാബിനറ്റ് ആണ്. ഹെവി ആയിട്ടുള്ള ബിൽഡ്സ് ഒക്കെ ചെയ്യാൻ നല്ലൊരു റെക്കമെൻഡഡ് ക്യാബിനറ്റ് ആണ്. കേബിൾ മാനേജ്മെന്റ് സ്പേസ് നോക്കുവാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് ഈസിലി 360mm റേഡിയേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഓവറോൾ നല്ലൊരു ഹെവി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ കേസാണിത്. ആൻഡ് ഫൈനലി സിസ്റ്റം കംപ്ലീറ്റ്ലി പവർ ചെയ്യുന്നത് കോർസൈന്റെ പവർ സപ്ലൈ ആണ്. കോർസൈന്റെ RM850E എന്ന മോഡലാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് 4080 ആണ് GPU, 12 VHPRന്റെ ആണ് പവർ കണക്ടർ വരുന്നത്. സോ RM850E ഒരു ATX 3.0 സ്റ്റാൻഡേർഡ് പവർ സപ്ലൈ ആണ്. കോർസൈന്റെ തന്നെ നമുക്ക് ഇതിൽ ഡയറക്റ്റ് 12 VHPR കണക്ടർ അല്ലെങ്കിൽ കേബിൾ വരുന്നുണ്ട്. സോ എക്സ്ട്രാ അഡാപ്റ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. അത് മാത്രമല്ല ഈ PSU 80+ ഗോൾഡ് സർട്ടിഫൈഡ് PSU ആണ്. 80+ സ്റ്റാൻഡേർഡിൽ വരുന്ന ഗോൾഡ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. 80+ന്റെ സർട്ടിഫിക്കേഷൻ മാത്രമല്ല, ഇതിൽ ഇമ്പോർട്ടന്റ്ലി സൈബർനെറ്റിക്സിന്റെ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓവറോൾ എഫിഷ്യൻസിയിൽ സൈബർനെറ്റിക്സിന്റെ ഗോൾഡ് സർട്ടിഫിക്കേഷനും നോയ്സ് സർട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ A- ആണ് ഈ PSUവിന് കിട്ടിയേക്കുന്നത്. ഈ സൈബർനെറ്റിക്സിന്റെ സർട്ടിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 80+ സർട്ടിഫിക്കേഷന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, പുതിയ സൈബർനെറ്റിക്സ് എന്തിനാണ് വന്നതും സൈബർനെറ്റിക്സിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആസ് ഓഫ് നോ കോർസൈന്റെ RM850E പവർ സപ്ലൈ ആണ് നമ്മൾ ഈ ബിൽഡ് പവർ ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത്.
ഇനി നമുക്ക് കുറച്ച് ബെഞ്ച് മാർക്സും സ്കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. സോ എനിവേസ് നമ്മൾ ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തത് നോർമൽ ടെമ്പറേച്ചറിലാണ്. നോർമൽ ആംബിയൻ റൂം ടെമ്പറേച്ചറാണ്. 29 to 30 degrees ഈ റേഞ്ച് ടെമ്പറേച്ചറിലാണ്. സിസ്റ്റം സ്റ്റെബിലിറ്റി അറൌണ്ട് 4 to 5 hours ആണ് നമ്മൾ ടോട്ടൽ ചെക്ക് ചെയ്തത്. സിനിബെഞ്ച് R23 സിംഗിൾ സ്കോർ 1985 മൾട്ടി ത്രെഡഡ് സ്കോർ നോക്കുവാണെങ്കിൽ 23,857 ആണ്. സിനിബെഞ്ചിന്റെ ലേറ്റസ്റ്റ് 2024 എഡിഷൻ നോക്കുവാണെങ്കിൽ സിംഗിൾ കോറിൽ 121 മൾട്ടി കോറിൽ 1338 ആൻഡ് GPU സ്കോർ 25,422 പോയിന്റ്സ് ആണ്. 3D മാർക്കിന്റെ CPU പ്രൊഫൈൽ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ എല്ലാ ത്രെഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിയത് 10,338 സിംഗിൾ ത്രെഡ് യൂസ് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് സ്കോർസ് കിട്ടിയത് 1,035 ആണ്. CPU സ്ട്രെസ് ടെസ്റ്റ് നമ്മൾ IDA 64 എക്സ്ട്രീമിലാണ് ചെയ്തത്. ഐഡിയൽ ടെമ്പറേച്ചേഴ്സ് 34 ഡിഗ്രീസും ഫുൾ ലോഡിൽ 84 ഡിഗ്രീസ് ആണ്. സിനിബെഞ്ചിൽ നോക്കുവാണെങ്കിൽ ഫുൾ ലോഡിൽ നമുക്ക് 88 ഡിഗ്രീസ് വരെ പോയിട്ടുണ്ട്. സോ ഓവറോൾ ടോട്ടൽ മാക്സിമം എത്ര 2-3 ടെസ്റ്റിൽ 88 ഡിഗ്രീസ് വരെയാണ് മാക്സിമം പോയിട്ടുള്ളത്. GPU ടെസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ 3D മാർക്കിന്റെ ടൈം സ്പൈ എക്സ്ട്രീം സ്കോർ നമുക്ക് വന്നത് 12,375. ഫർമാർക്കിന്റെ സ്ട്രെസ് ടെസ്റ്റ് നമ്മൾ 4K റെസൊല്യൂഷൻ ആണ്. സ്കോർ നമുക്ക് 10,366 പോയിന്റ്സ്. ആവറേജ് FPS നമുക്ക് വന്നത് 196 ആണ്. 3D മാർക്കിന്റെ പോർട്ട് റോയൽ സ്പെഷ്യലി ഇത് RTX അല്ലെങ്കിൽ റേ ട്രേസിംഗിന് വേണ്ടിയാണ്. സോ ഇവിടെ നമുക്ക് സ്കോർ 17,509 ആണ്. ബ്ലെൻഡറിന്റെ റെൻഡറിംഗ് സ്കോർസ് നോക്കുവാണെങ്കിൽ മോൺസ്റ്റർ സീൻ 4651 പോയിന്റ്സ്, ജങ്ക് ഷോപ്പിന്റെ 2239, ക്ലാസ് റൂം സീൻ 2109 ആണ്. ആൻഡ് റിയൽ ടൈം എഡിറ്റിംഗ് ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ 23 മിനിറ്റ്സിന്റെ 4K ഫുട്ടേജ് H.264 വീഡിയോ ഫോർമാറ്റിലുള്ളത്. അഡോബ് പ്രീമിയർ പ്രോയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം 9 minutes and 35 seconds ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത SSDയുടെ റീഡ് റൈറ്റ് സ്പീഡ്സ് നോക്കുവാണെങ്കിൽ റീഡ് സ്പീഡ് 7003 Mbps റൈറ്റ് സ്പീഡ്സ് 5291 Mbps ആണ്. ഓവറോൾ സിസ്റ്റമിന്റെ തെർമൽസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. CPU ഐഡൽ 34 ഡിഗ്രീസ്, മാക്സിമം പോയിട്ടുള്ളത് 88 ഡിഗ്രീസും, അതും മാക്സിമം പവർ കൺസ്യൂം ചെയ്തത് 196 വാട്ട്സ് ആണ് പ്രോസസർ. ഗ്രാഫിക്സ് കാർഡിന് നോക്കുവാണെങ്കിൽ ഐഡലിൽ 36 ഡിഗ്രീസ് ആണ്, മാക്സിമം പോയിട്ടുള്ളത് 68 ഡിഗ്രീസ് ആണ്. സോ ഇതും മാക്സിമം പവർ നോക്കുവാണെങ്കിൽ 321 വാട്ട്സ് ആണ്. RTX 4080 GPUയുടെ മാക്സിമം പവർ യൂട്ടിലൈസ് വന്നേക്കുന്നത്. ഓവറോൾ ടെസ്റ്റ് റിസൾട്ട്സ് തെർമൽ ത്രോട്ട്ലിംഗോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോട്ടീസ് ചെയ്തില്ല. ടെമ്പറേച്ചേഴ്സ് പ്രോസസറിന്റെയും ഗ്രാഫിക് കാർഡിന്റെയും വെൽ അണ്ടർ കൺട്രോൾ ആയിരുന്നു. ഇനി ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ ഗെയിമിംഗിന്റെ നമ്മൾ 4K റെസൊല്യൂഷൻ ആണ് ടെസ്റ്റ് ചെയ്തത്. എന്റെ കയ്യിലുള്ളത് ആ ഒരു ലിമിറ്റഡ് പോസിബിൾ ടൈമിൽ നമ്മൾ കുറച്ച് ബെഞ്ച് മാർക്സ് ചെയ്തിട്ടുണ്ട്. Assassin's Creed Valhalla അൾട്രാ 4K 92 FPS ആവറേജ്, Red Dead Redemption അൾട്രാ 4K 98 FPS ആണ് ആവറേജ്, ആൻഡ് DLSS ഓൺ ചെയ്യുമ്പോൾ 126 FPS കിട്ടുന്നുണ്ട്. Far Cry 6 അൾട്രയിൽ 4K 105 FPS ആണ് ആവറേജ്, Forza Horizon 5 4K 145 FPS ആവറേജ്, Cyberpunk 2077 അൾട്രാ 4K 56 FPS ആണ് ആവറേജ്. DLSS കൂടി എനേബിൾ ചെയ്യുമ്പോൾ 66 FPS ആണ് കിട്ടുന്നത്. ഓക്കെ, ഹൊറൈസൺ സീറോ ഡോൺ അൾട്രാ 4K 113 FPS ആണ് ആവറേജ് നമുക്ക് വന്നത്. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ വെരി ഹൈ സെറ്റിംഗ് 4K നമുക്ക് 141 FPS. സോ ഇതാണ് 2 lakhs റേഞ്ചിലെ RTX 4080 GPU വിത്ത് ഇന്റൽ i5 13600K പ്രോസസർ ബേസ്ഡ് PCയുടെ കംപ്ലീറ്റ് ബെഞ്ച് മാർക്സും സ്കോർസും റിസൾട്ട്സും എല്ലാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ പ്യോർലി ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പെക്സ് തന്നെയാണ്. ഇതിൽ കുറച്ചുകൂടി കട്ട് ഡൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ i5 13500 നല്ലൊരു ഓപ്ഷനാണ്. 13500 പ്രോസസർ എടുത്തിട്ട് നിങ്ങൾക്ക് B760 ഏതെങ്കിലും ഒരു ഡീസന്റ് മദർ ബോർഡ് പെയർ ചെയ്യാം. ആൻഡ് 4080 വേണമെന്നില്ല, 4070 Ti ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ ഏത് ഗെയിം കളിക്കുന്നോ അതിൽ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ സെറ്റിംഗ്സും കാര്യങ്ങളും എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യണമെന്നുള്ളത്. സോ മോസ്റ്റ്ലി DLSS എനേബിൾ ചെയ്ത് കളിക്കുകയാണെങ്കിൽ 4070 Ti നല്ലൊരു GPU തന്നെയാണ് 4K ഗെയിമിങ്ങിനൊക്കെ. ഇതൊരു ഹൈ എൻഡ് ബിൽഡ് ആയിരുന്നു, ഇത്രയും തന്നെ ബഡ്ജറ്റും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ
പർട്ടിക്കുലർ കോമ്പണൻറ്റ്സ് ചൂസ് ചെയ്തത്. ഇൻ കേസ് നിങ്ങൾക്കൊരു 1.5 1.6 ലാക്സ് റേഞ്ചിൽ ഒരു 4K ഗെയിമിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 13500ഉം RTX 4070 Ti ബേസ്ഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈവൻ GPU AMD സൈഡ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. 4K ഗെയിമിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.